ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മോമോസ് ആണ്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മോമോസിന് വേണ്ടിയിട്ടൊരു മാവ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് കുഴക്കേണ്ടത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ടേ വെള്ളം ഒഴിക്കാവുള്ളൂ. മാവ് ഒത്തിരി സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം നിങ്ങൾ ഉപയോഗിക്കുന്ന മാവിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല. മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമ്മുടെ കയ്യിലൊട്ടും ഒട്ടരുത്. കണ്ടോ? അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം അരക്കപ്പിലും ഒരു 2 ടേബിൾ സ്പൂൺ കുറവ് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസം വരാം. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എല്ലോട് കൂടിയതാണേലും വേവിച്ചതിന് ശേഷം ആ എല്ലൊക്കെ മാറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ചിക്കന് കറക്റ്റായിട്ട് അളവൊന്നുമില്ല. കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, അതല്ല ഇത്രയും ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ മോമോസ് തയ്യാറാക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ വേവിക്കാറില്ല. വെറുതെ പച്ചയ്ക്ക് അരച്ചിട്ട് പിന്നെ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, പച്ച ചിക്കൻ അതുപോലെ ഇങ്ങനെ ആവിയിൽ വേവിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ആദ്യം ഒന്ന് വേവിച്ചിട്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം വളരെ കുറച്ച് മതി, കാരണം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റണം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് സവോള എടുത്തിട്ടുണ്ട്, ഇത്രയും മതി. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജും ഉണ്ട്. ഇതെല്ലാം നേരത്തെ ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. കൃത്യമായിട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈ പച്ചക്കറികൾ നല്ല ചെറുതായിട്ട് അരിയണം, അതായത് വളരെ ചെറുതായിട്ട് കൊത്തി അരിയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിതിനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുവാണ്. അതിനുശേഷം ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് കിട്ടും. ഇതുപോലെ തന്നെയാണ് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഫില്ലിങ്ങിൽ നിന്ന് നിങ്ങൾ ചിക്കൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾ മോമോസ് ആയിട്ട് ചെയ്യാം, അതും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ക്യാബേജും അരിഞ്ഞെടുക്കാം. ഇപ്പോൾ പച്ചക്കറികൾ ഇവിടെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മോമോസിൽ സ്പ്രിംഗ് ഒണിയൻ ചേർക്കാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 തണ്ട് സ്പ്രിംഗ് ഒണിയനും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ നിന്ന് ചിക്കൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വെജിറ്റബിൾ മോമോസ് ആയിട്ട് തയ്യാറാക്കാം. അതും നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ ഒഴിവാക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി റെസിപ്പി എല്ലാം സെയിം തന്നെയാണ്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഫുള്ള് വറ്റണം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എല്ലുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് എല്ലൊക്കെ മാറ്റിയിട്ട് ആ ചിക്കൻ്റെ മാംസം മാത്രം ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിനി ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണ മതി. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം സവോള ചേർക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ക്യാബേജ് അരിഞ്ഞതും ചേർക്കാം. ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് വെജിറ്റബിൾസ് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല.
ആ പച്ചപ്പ് ചെറുതായി ഒന്ന് മാറിയാൽ മതി. അതായത് പച്ചക്കറികളുടെ ആ ഒരു കരുകരുപ്പുണ്ടല്ലോ അതൊന്ന് മാറിയാൽ മതി. പിന്നെ ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, ഇത് മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. പിന്നെ ഈ സമയത്തൊന്നും നിങ്ങൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കരുത്. ചിക്കനിൽ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് സോയ സോസ് ചേർക്കുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്കൊരു 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസിലുള്ള ഉപ്പും കൂടി നന്നായിട്ട് അതിനകത്തൊന്ന് വന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സോസും കൂടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഇതിനകത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരല്പം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നിർബന്ധമില്ല, പക്ഷെ ചേർത്താൽ നല്ലതാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനം കുറച്ച് നല്ലെണ്ണ ചേർക്കില്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റാണ് ഇതിനും വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരല്പം നല്ലെണ്ണ ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിന് നമുക്ക് കുറച്ച് നേരം ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ച മാവാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് മാറ്റി വെക്കുമ്പോൾ അടച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ മുകളിൽ ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടാണ് പരത്തുന്നത്. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. കുറച്ച് മൈദമാവ് എപ്പോഴും സൈഡിൽ വെച്ചേക്കണം, അതിനകത്ത് മുക്കിയിട്ട് പരത്തണം. അപ്പോൾ എപ്പോഴെങ്കിലും ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയാൽ ആ മൈദമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരല്പം മാവിട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുവാണ്. പിന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ടല്ലാതെ നമ്മൾ തയ്യാറാക്കിയ മാവ് ഫുള്ളെടുത്ത് ഒരുമിച്ച് പരത്തിയതിന് ശേഷം ചെറിയ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് പരത്താൻ ശ്രദ്ധിക്കണം. ഒരു കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ വരണം എന്നില്ല, പറ്റുന്ന പോലെ ഒരു റൗണ്ട് ആക്കി എടുക്കാം. അതിൻ്റെ കനം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ചെറിയ ഉരുള എടുക്കുക ഇതുപോലെ, എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിന് മൈദമാവിൽ മുക്കിയിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മൈദ ആയതുകൊണ്ട് നമ്മൾ പരത്തുന്ന സമയത്ത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് മാവിൻ്റെ പരുവം കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊരു പ്ലേറ്റിൽ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും താഴെ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഞാനിപ്പം ഓരോ റൗണ്ടിൻ്റെയും താഴെ മൈദമാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് മോമോസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചതെന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെക്കാം. ഈ ഫില്ലിംഗ് നന്നായിട്ട് തണുത്തതിന് ശേഷമേ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മളിനി ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ്. മോമോസ് പല ഷേപ്പിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതിപ്പം ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു പ്ലീറ്റ് പോലെ എടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുവാണ്. പ്ലീറ്റ് പോലെ എടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അതിങ്ങനെ പ്രസ് ചെയ്താലേ നമ്മൾ എടുത്ത പ്ലീറ്റ് അതുപോലെ തന്നെ അവിടെ ഇരിക്കുള്ളൂ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ആ റൗണ്ടിൻ്റെ ഏകദേശം പകുതിയോളം നമുക്കിങ്ങനെ പ്ലീറ്റ് ആക്കി എടുക്കണം. കണ്ടോ, ഇതുപോലൊരു ബാസ്ക്കറ്റ് ആയിട്ട് വരണം. ഇതിൻ്റെ ഒരറ്റത്ത് ഫുള്ള് പ്ലീറ്റായിട്ടും ഒരറ്റം വെറുതെ പ്ലെയിൻ ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ തമ്മിൽ ഒട്ടിച്ച് വയ്ക്കാം. നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അഥവാ അത് ഒട്ടുന്നില്ല എന്ന് തോന്നിയാൽ വിരൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഫില്ലിംഗ് വെക്കാം. അതിനുശേഷം ആ റൗണ്ടിൻ്റെ ഏകദേശം പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഇതുപോലെ ചെയ്യണം. അതിൻ്റെ പകുതി വരെ ചെയ്താൽ മതി. ഒരു ബാസ്ക്കറ്റ് പോലെ ആയി വരണം. ഇനി ഈ രണ്ടറ്റം കൂടി ഒട്ടിച്ചു വയ്ക്കാം.
ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി വേറൊരു ഷേപ്പിലും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. മോമോസ് പല ഷേപ്പിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പകുതി വരെ പ്ലീറ്റ് എടുത്തില്ലേ, അതിന് പകരം ആ ഫുൾ വട്ടത്തിനും പ്ലീറ്റ് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുവാണ്. ഇതുപോലെ ഫുൾ ഇങ്ങനെ പ്ലീറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 2 ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം. ഇപ്പോൾ മോമോസ് എല്ലാം ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇതിന് പകരം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ സ്റ്റീമറിൽ ഈ മോമോസ് വെക്കുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ താഴെ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേച്ചത്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലി തട്ടിലായാലും സ്റ്റീമറിലായാലും ആദ്യം കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം വേണം ഈ മോമോസ് വെക്കാനായിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് സ്റ്റീം ചെയ്യണം. അപ്പോൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാനിത് കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.